എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പൊ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലാണ്. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതിച്ചു. എല്ലാവർക്കും നമസ്തേ. നിങ്ങൾ ഇപ്പോൾ കേട്ട ശബ്ദം, ദൃശ്യം എന്താണെന്ന് മനസ്സിലായി കാണും. ഈ കോപ്പിറൈറ്റ് ആക്ടിന്റെ ഒക്കെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത് ഞാൻ വീഡിയോ പൂർണ്ണമായിട്ടും കാണിക്കാതെ ആ വീഡിയോയുടെ ശബ്ദരേഖ ആണ് നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായി കാണും കേട്ടപ്പോൾ തന്നെ. അതായത് നമ്മുടെ ശബരിമലയെ തകർക്കാൻ CPM കച്ചകെട്ടി ഇറങ്ങിയ സമയത്ത് വിശ്വാസികളായിട്ടുള്ള സാധാരണ അമ്മമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ അതിനെതിരെ സമാധാനപരമായ പ്രക്ഷോഭം നടത്തിയിരുന്നു. നാമജപ ഘോഷയാത്ര. അതിനെ കമ്മ്യൂണിസ്റ്റ് CPMന്റെ പിണറായിയുടെ പോലീസുകാർ, അതായത് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ DGP ആയിട്ടൊക്കെ സ്ഥാനക്കയറ്റം കൊടുത്തിയ ഒരു കക്ഷി, പേര് ഞാൻ മറന്നു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിനിഷ്ഠൂരമായിട്ട് അവരെ, അമ്മമാരെയും കുഞ്ഞുങ്ങളെയും തല്ലിച്ചതയ്ക്കുകയും അയ്യപ്പന്റെ പടം വലിച്ചെറിയുകയൊക്കെ ചെയ്ത് നിഷ്ഠൂരമായിട്ടാണ് അതിനെ നേരിട്ടത്. ആ പോലീസ് ഉദ്യോഗസ്ഥന ആയിരിക്കും അടുത്ത നമ്മുടെ DGP ആയിട്ട് വരുന്നതെന്നൊക്കെ തോന്നുന്നു. ഈ വരുന്നതല്ല, ഭാവിയിൽ. അപ്പം അത്തരം ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഈ ലോകം എമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ സമാധാനപരമായി ഈ നാമജപ ഘോഷയാത്രയിലൂടെ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ M സ്വരാജ് എന്ന് പറയുന്ന ഒരു നികൃഷ്ടനായ ഒരു നേതാവ് പ്രസംഗിച്ചതാണ്. അവരുടെ പാർട്ടിക്കാരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പ്രസംഗിച്ച വാക്കുകളാണ് നിങ്ങൾ ഈ കേട്ടത്. അയാളുടെ വീട്ടിലെ സംഭവിച്ച കഥ പറയുന്നതിന്റെ കൂട്ടാണ്, കാര്യം പറയുന്നതിന്റെ കൂട്ടാണ് അയാള് അയ്യപ്പനെ അങ്ങ് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനെ അങ്ങ് കല്യാണം കഴിപ്പിച്ചത്. അതും ഒന്ന് ആലോചിച്ച് നോക്കണം. കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരെ ഏതൊക്കെ രീതിയിൽ അവരെ വേദനിപ്പിക്കാമോ ആ രീതിയിലാണ് അയാൾ അയ്യപ്പനെ കുറിച്ച് ആ ഒരു പ്രസംഗത്തിൽ കൂടി അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളത് മനസ്സിരുത്തി കേൾക്കുക, അയാൾ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഇത് പറഞ്ഞു വരാൻ കാരണം, ഈ വിദ്വാൻ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അതും നമ്മൾ അറിഞ്ഞു കാണും. അയാള് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇവിടെയാണ് അന്ന് തങ്ങളുടെ വിശ്വാസത്തിന്, തങ്ങളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ
ആ വാക്കുകൾ ഓരോ ഈശ്വരവിശ്വാസിയും ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുവൻ ഒരു കാലത്തും പൊതു രംഗത്ത് നമ്മുടെ പ്രതിനിധിയായി നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ഒരിക്കലും കടന്നു ചെല്ലാൻ നമ്മൾ അനുവദിക്കരുത്. ഇത്തരക്കാർ ഒരിക്കലും നമ്മുടെ പ്രതിനിധിയാകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇവിടെയാണ് ഹിന്ദു സമൂഹം, വിശ്വാസികളായ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്ന് ആത്മാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കേണ്ട സമയം. അവിടെ UDF സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിനെ ജയിപ്പിക്കുക. ഇവനെ ഞാൻ പറഞ്ഞു, അവിടെ BJPക്കും NDAക്ക് സ്ഥാനാർത്ഥി മിക്കവാറും കാണാൻ സാധ്യതയില്ല. ഓരോ NDA വിശ്വസിക്കുന്ന BJP വിശ്വസിക്കുന്നവരാണേലും ആരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരുത്തൻ, ഈ സ്വരാജിനെ പോലെ ഒരുത്തൻ, ഹിന്ദുവിനെ ഇത്രമാത്രം അവഹേളിക്കുന്ന അധിക്ഷേപിക്കുന്ന ഒരുത്തൻ ജയിക്കാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുക. പോട്ടെ, അവിടെ SDPIക്ക് സ്ഥാനാർത്ഥി. SDPI നമുക്കറിയാം, രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളെ മതപരിവർത്തനം നടക്കുന്നവരൊക്കെയാണ്. അവരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരുത്തൻ ജയിച്ചാൽ പോലും സ്വരാജ് അവിടെ ജയിക്കരുത് എന്നുള്ള ഒരു വ്യക്തമായ നിലപാട് അവിടുത്തെ ഓരോ ഹൈന്ദവ വിശ്വാസിയും കൈക്കൊള്ളണം. ഇല്ലെങ്കിൽ ഇയാള് ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നേക്കും നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് അത് വളരെ ആപത്തായിരിക്കും എന്നുള്ള കാര്യം മറന്നുകൂടാ. കാരണം ഇയാളെ ജയിച്ചു വന്നിരിക്കട്ടെ, ഇയാള് ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന പ്രചാരണം എന്തായിരിക്കും? ആണ് അയ്യപ്പൻ കാര്യം സ്വരാജ് പറഞ്ഞു. ഇത്രയും വളരെ മോശമായിട്ട് അയ്യപ്പനെ ചിത്രീകരിച്ചിട്ട് പോലും ഇവിടുത്തെ ഹിന്ദുക്കൾ ജന്തുക്കളായതുകൊണ്ട് സ്വരാജിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ജന്തുക്കളാണ്. അവനെ ഏതൊക്കെ രീതിയിൽ ചവിട്ടി താഴ്ത്തിയാൽ, അവന്റെ ക്ഷേത്രം അടിച്ചു തകർത്താൽ പോലും അവൻ നാളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളെ അംഗീകരിക്കും എന്നുള്ള ഒരു ചിന്ത ഇവന്മാരുടെ മനസ്സിൽ അത് ഉണ്ടാകും. അത് രൂഢമൂലമാകും. അതുകൊണ്ട് ഇയാളുടെ പരാജയം ഏത് രീതിയിലാണേലും നമ്മൾ ഉറപ്പിക്കണം. ഈ ഈശ്വരവിശ്വാസികളായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ളവർ അത് ഉറപ്പിക്കണം. കാരണം നമുക്കിവിടെ രാഷ്ട്രീയമല്ല വലുത്. അതിപ്പോ BJP പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ ആ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. കേരളത്തിൽ നമുക്ക് വേണ്ടത് CPM മുക്ത കേരളമാണ് നമ്മളെ ലക്ഷ്യമിടേണ്ടത്. കാരണം ഹിന്ദു സമൂഹത്തിനെ ഈ CPM ഉപദ്രവിച്ചതിന്റെ കൂട്ട് കോൺഗ്രസ് ഉപദ്രവിക്കുന്നില്ല. ഹിന്ദു ധർമ്മത്തിനോട് അത്രമാത്രം അതിക്രമങ്ങൾ കാണിക്കുന്നില്ല. കാരണം ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ചത് CPM. അതിനുവേണ്ടി പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ടിരുന്നപ്പോഴാണ് ഈ ശബരിമലയ്ക്കെതിരായിട്ട് സത്യവാങ്മൂലം ദേവസ്വം ബോർഡിനെ കൊണ്ട് കൊടുപ്പിച്ചത്. അതും എങ്ങനെയാണ്? കോൺഗ്രസ് ഭരണ സമയത്ത് ആചാരങ്ങൾ തുടരണമെന്നും പറഞ്ഞ് ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഈ ആചാരങ്ങൾ ശബരിമല തുടരണം, അത് മാറ്റാൻ പാടില്ല എന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുപ്പിച്ചിരുന്നു. ഇത് പിൻവലിച്ചിട്ടാണ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം, അന്ന് VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി, നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് ഈ സത്യവാങ്മൂലം അന്ന് കൊടുത്തത്, ഇത് ആ ആചാരങ്ങളും എല്ലാം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് ഈ എല്ലാവരെയും യുവതികളെ മൊത്തം അവിടെ കയറ്റണം എന്നും പറഞ്ഞുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, കോൺഗ്രസ്സുകാര് നമ്മുടെ ആചാരങ്ങൾ നിലനിർത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് പാടില്ല എന്ന് ആവശ്യപ്പെട്ടത് CPM ഗവൺമെന്റാണ്, അച്യുതാനന്ദൻ ഗവൺമെന്റ്. പിണറായി എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അപ്പോൾ ആരാണ് നമ്മുടെ ധർമ്മത്തിന്, സനാതന ധർമ്മത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ ഭീഷണി? കമ്മ്യൂണിസ്റ്റുകൾ തന്നെ, CPM തന്നെയാണ് സനാതന ധർമ്മത്തിന് കേരളത്തിൽ ഭീഷണി. അപ്പോൾ നമ്മുടെ ഒന്നാം നമ്പർ ശത്രുവായി നമ്മൾ കരുതേണ്ടത്
CPM എന്ന് പറയുന്ന ഈ ചൈന പാർട്ടിയെയാണ് നമുക്ക് വേണ്ടത്. CPM മുക്ത കേരളമാണ്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.